ചോദിക്കുന്നത്. സോറി പറയുന്നതിന് പകരം നമ്മൾ ചോദിക്കുന്ന ചോദ്യമാ, ഇനിയും ഞാൻ തന്നെ വിട്ടുകൊടുക്കണോ? ഇനിയും ഞാൻ തന്നെ അഡ്ജസ്റ്റ് ചെയ്യണോ? ഇനിയും ഞാൻ തന്നെ സഹിക്കണോ? എത്ര പ്രാവശ്യമായി ഞാൻ ഇത് ചെയ്തുകൊണ്ടിരിക്കണമെന്ന്. പക്ഷെ ഇതല്ല നമ്മൾ ചോദിക്കേണ്ടത്. ഇനിയും ഞാൻ തന്നെ സഹിക്കണോ? ഇത്രയൊക്കെ ചെയ്തിട്ട് നീ എന്നെ മനസ്സിലാക്കില്ലേ എന്ന ചോദ്യത്തിന് പകരം നമ്മൾ ചോദിക്കേണ്ട ഒരു വലിയ ചോദ്യമുണ്ട്. What can I do more for you? ഇനിയും ഞാൻ നിനക്ക് വേണ്ടി എന്താണ് ചെയ്ത് തരേണ്ടത് എന്റെ കൊച്ചേകൾ? ഇനിയും ഞാൻ നിനക്ക് വേണ്ടി എന്താണ് ചെയ്ത് തരേണ്ടത്? ഇത്രയൊക്കെ ചെയ്തിട്ട് നീ എന്നെ മനസ്സിലാക്കുന്നില്ലേ എന്ന ചോദ്യത്തിന് പകരം നമ്മൾ ചോദിക്കേണ്ട ഒരു ചോദ്യമാണ്, What can I do more for you? എന്റെ ജീവിതം ഞാൻ പറിച്ചു തരണോ? തരാം. അവിടെയാ ജീവിതത്തിൽ ചെയ്യാം. അവിടെയാ നഷ്ടപ്പെട്ടു പോയ ഹാർമണി നമുക്ക് തിരിച്ച് വീണ്ടെടുക്കാൻ പറ്റുക. മറിച്ച് അല്ലാതെ ഞാൻ ഇത്രയൊക്കെ സഹിച്ചു, ഞാൻ ഇത്രയൊക്കെ ത്യജിച്ചു എന്ന് പറഞ്ഞ് കണക്ക് പറയുന്നതാണ് സ്നേഹമല്ല. അതൊരു തരം അറ്റാച്ച്മെന്റ് ആണ്. നമ്മൾ വിചാരിക്കുന്നത് നമ്മൾ ഭാര്യയോട് ഭർത്താവിനോട് കാണിക്കുന്ന ഒക്കെ സ്നേഹമാണെന്നാണ്. ഒരിക്കലും അത് സ്നേഹമല്ല, അത് അറ്റാച്ച്മെന്റ് ആണ്. ഈ സ്നേഹവും അറ്റാച്ച്മെന്റും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. മനോഹരമായി ബൈബിളിൽ പറയുന്നുണ്ട്. 1 കൊരിന്തോസ് 13:8 പറയേണ്ട, സ്നേഹം സകലതും സഹിക്കുന്നു, അഹങ്കരിക്കുന്നില്ല, സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല, ആത്മപ്രശംസ ചെയ്യുന്നില്ല. ഒരുപാട് മനോഹരമായ ഡെഫിനിഷൻസ് കൊടുത്തിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനമായത് സ്നേഹം സകലതും സഹിക്കുന്നു എന്നാണ്. ഇന്ന് ആരും എവിടെ സഹിക്കണം? നമ്മൾ ചോദിക്കാം, പരാതി പറഞ്ഞോണ്ട് കിടക്കാം, ഇതൊക്കെ ചെയ്തു, എന്തൊക്കെ ചെയ്തു, എന്റെ ജീവിതം മാത്രം എന്ത് ചെയ്യുന്നത്? സ്നേഹം ത്യജിക്കാനുള്ളതാ, മുറിയാനുള്ളതാണ്, ചങ്ക് മുറിച്ച് കൊടുക്കാനുള്ളതാണ് സ്നേഹം. മുറിയാൻ പറ്റണം, മറ്റുള്ളവർക്ക് വേണ്ടി മുറിയുന്നിടത്താണ് സ്നേഹം. നമ്മൾ മറ്റുള്ളവരെ മുറിക്കുന്നിടത്ത് അറ്റാച്ച്മെന്റ് ആണ്. എന്താ ഈ അറ്റാച്ച്മെന്റ്? ഞാന് നെറ്റിൽ കയറി എനിക്കൊരു കാർ മേടിക്കണം. അപ്പൊ ഞാൻ ഉടനെ നെറ്റിൽ കയറി ഞാൻ പരതുകയാണ്. ഏത് കാറാണ്, ഏത് കമ്പനി ഏറ്റവും നല്ലത്, ഏത് ബ്രാൻഡാണ് നല്ലത്, ഫുൾ ഓപ്ഷൻ മേടിക്കണം, ബേസ് മോഡൽ മേടിക്കണം, ഏത് കളറാണ് ഏറ്റവും നല്ല ഭംഗിയുള്ളത്, ഞാൻ പോയി സെർച്ച് ചെയ്യും, മേടിക്കും. മേടിച്ചിട്ട് വന്നിട്ട് വണ്ടി നിറച്ച് പെട്രോൾ ഒഴിച്ചിട്ട് ഞാൻ എന്റെ ഇഷ്ടത്തിനനുസരിച്ച് വണ്ടി ഓടിച്ച് ഇങ്ങനെ പോകും. യാത്ര ആസ്വദിച്ച് തോന്നുമ്പോ ബ്രേക്ക് നോക്കും, തോന്നുമ്പോ ആക്സിഡന്റ് നോക്കും, തോന്നുമ്പോ ഞാൻ വണ്ടി നിർത്തും, തോന്നുമ്പോ ഞാൻ സ്പീഡ് കൂട്ടും. എന്റെ ഇഷ്ടം, എന്റെ രീതിക്ക് അനുസരിച്ചിട്ട് ഞാൻ വണ്ടിയെ തിരിച്ചു മറിച്ച് ഇങ്ങനെ കൊണ്ടുപോകും. അത് സ്നേഹമല്ല, അതാണ് അറ്റാച്ച്മെന്റ്. ഇതാണ് നമ്മൾ ഇന്ന് കുടുംബത്തിൽ കാണിക്കുന്നത്. എന്റെ രീതിക്ക് അനുസരിച്ചിട്ട്, എന്റെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എന്റെ ഭർത്താവിനെ, എന്റെ ഭാര്യനെ ഞാൻ കൊണ്ടുപോകാൻ നോക്കും. എന്തേ? ഞാൻ ചിന്തിക്കുന്ന പോലെ നിനക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ലേ? ഞാൻ പറയുന്ന പോലെ നിനക്ക് പറയാൻ പറ്റുന്നില്ലേ? എന്റെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് നിനക്ക് ബിഹേവ് ചെയ്യാൻ പറ്റുന്നില്ലേ? എന്റെ സ്വപ്നങ്ങൾക്കനുസരിച്ച് നിനക്ക് എന്തുകൊണ്ട് പെരുമാറാൻ പറ്റുന്നില്ല? ഇതാണ് നമ്മൾ ചോദിക്കണേ. എല്ലാം എന്റെ ഇഷ്ടം, എന്റെ രീതിക്ക് നിനക്ക് എന്തുകൊണ്ട് വരാൻ പറ്റുന്നില്ല? കാറ് കൊണ്ടുപോണ പോലെ നമുക്ക് ജീവിതം കൊണ്ടുപോകാൻ പറ്റില്ല. കാറിനോട് നമുക്ക് അറ്റാച്ച്മെന്റ് വരും, സ്നേഹം പറ്റില്ല. ആ അറ്റാച്ച്മെന്റ് കുടുംബ ജീവിതത്തിൽ കാണിച്ചാൽ തോന്നുമ്പോ കാറ് ബ്രേക്ക് ചവിട്ടുന്ന പോലെ ബ്രേക്ക് ചവിട്ടിക്കഴിഞ്ഞാൽ ബ്രേക്ക് ആയി പോകും റിലേഷൻഷിപ്പ്. ഈ അറ്റാച്ച്മെന്റ് എവിടെ നല്ലതാണല്ലോ? സ്വാർത്ഥതയിൽ നിന്ന്. The most selfish one letter word. എന്താണ്? The most selfish one letter word. ഇംഗ്ലീഷിൽ I should be like this. I want this. I need this. I don't want it. I don't like this. I should be respected. My desire, my needs, my expectations, my dreams, everything I. സ്വാർത്ഥതയാണ്. ഈ സ്വാർത്ഥതയിൽ നിന്ന് അറ്റാച്ച്മെന്റ് വരുന്നത്. എല്ലാം എന്റെ ഇഷ്ടം, എന്റെ സ്വപ്നം, എന്റെ ആഗ്രഹം, എന്റെ പ്രതീക്ഷകൾ, അതിനകത്ത് എന്റെ പങ്കാളി യാത്ര ചെയ്തോണം, എന്റെ പുറകെ വന്നോണം, എന്റെ ഇഷ്ടം എന്റെ ഒപ്പം നടന്നോണം. ഇത് എന്റെ ഇഷ്ടം. ഇതാ അറ്റാച്ച്മെന്റ്. ഇത് സ്നേഹമില്ല. ഇതിനെയാണ് നമ്മൾ പറഞ്ഞത്, ഞാൻ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്, ഞാൻ ഒരുപാട് കരുതുന്നുണ്ട്, എന്നിട്ടും അവൾ എന്നെ മനസ്സിലാക്കണില്ല. ആര് എവിടെ സ്നേഹിക്കണമെന്നാണ് പറയണേ? തമ്പുരാൻ കുരിശിൽ കാണിച്ചു തന്നതാ. സ്നേഹം എന്ന് പറഞ്ഞാൽ സഹിക്കുക, ത്യജിക്കുക, മുറിയുക, മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട്. എവിടെ മുറിഞ്ഞിട്ടുണ്ടെന്നാ പറയണേ? പരാതിയില്ലേ നമുക്ക് പറയാനുള്ളൂ? ആരെങ്കിലും ശരിക്കും
മുറിഞ്ഞിട്ടുണ്ടോ? മുറിഞ്ഞിട്ടുണ്ടെങ്കിലും മുറിഞ്ഞുകൊണ്ടേയിരിക്കുന്നുണ്ടെങ്കിൽ അതാണ് സ്നേഹം. അതാണ് സ്നേഹം. നമ്മള് എന്റെ രീതിക്കനുസരിച്ചിട്ട് മാറ്റാനായിട്ട് നോക്കി 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 പൊട്ടിപ്പോയ ബന്ധങ്ങളെ ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട്. സ്നേഹം എന്ന് പറയുന്നത് എനിക്ക് എന്റെ ഭർത്താവ് എന്റെ ചേട്ടായുടെ രീതിക്കനുസരിച്ച് ഞാൻ എന്നെ മാറ്റുവാൻ നോക്കുന്നതാണ് സ്നേഹം. എന്റെ ചേട്ടായുടെ ഇഷ്ടങ്ങളൊക്കെ അനുസരിച്ചിട്ട് എന്റെ ചേട്ടായുടെ രീതിക്കനുസരിച്ച് ഞാൻ എന്നെ മാറ്റിയാണ്. എനിക്ക് എന്റേത് ഇഷ്ടമുണ്ട്, എന്റേത് ആഗ്രഹങ്ങളുണ്ട്. പക്ഷേ എന്റെ പങ്കാളിക്ക് വേണ്ടിയിട്ട് ആർക്കതാണ് ഇഷ്ടം, ആർക്കത് വേദനയാകുന്നുവെങ്കിൽ ഞാൻ എന്നെ മാറ്റുകയാണ്, ഞാൻ എന്നെ കട്ട് ചെയ്യാണ്, ഞാൻ മുറിക്കപ്പെടുകയാണ്, എന്നെ പ്രൂവ് ചെയ്തെടുക്കുകയാണ്. അവിടെയാ സ്നേഹം നിലനിൽക്കുക. അതിനെയാ സ്നേഹം എന്ന് പറയാം. അവരായിരിക്കുന്ന അവസ്ഥയോടുകൂടി നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റണം. അവരൊരു പക്ഷേ തെറ്റായിരിക്കാം, നമ്മുടെ സങ്കല്പങ്ങൾക്കൊത്ത് വന്നില്ലായിരിക്കാം, ഒരുപാട് കുറവുകൾ ഉണ്ടായിരിക്കാം, ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടായിരിക്കാം, നമ്മുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ചിട്ട് പോകുന്നുണ്ടാവില്ലായിരിക്കാം. പക്ഷേ എങ്കിലും പരാതി പറയാതെ അവരെ ചങ്കോട് ചേർത്ത് വെച്ച് നമ്മൾ മുറിഞ്ഞിട്ടാണെങ്കിലും ചങ്കോട് ചേർത്ത് വെക്കാൻ പറ്റുന്നിടത്ത് ആ സ്നേഹം നിലനിൽക്കുന്നത്. അവരായിരിക്കുന്ന അവസ്ഥയിൽ നമുക്ക് ചങ്കോട് ചേർത്ത് വെച്ച് ഉൾക്കൊള്ളാൻ പറ്റണം. അതിനെയാണ് സ്നേഹം എന്ന് പറയുന്നത്. ഞാൻ എന്റെ കാഴ്ചപ്പാടിൽ സ്നേഹത്തെ ഞാൻ പറയുന്ന ഒറ്റ വാക്കുണ്ട്. സ്നേഹം എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ഡിസിഷൻ, തീരുമാനമാണ്. അതായത് അവൻ എന്തൊക്കെ കുറവുണ്ടായിക്കോട്ടെ, എന്തൊക്കെ കുഴപ്പമുണ്ടായിക്കോട്ടെ, എനിക്ക് എന്തൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാതായിക്കോട്ടെ, പക്ഷേ ഞാൻ അക്സെപ്റ്റ് ചെയ്തതാണ്, ഞാൻ ചങ്കോട് ചേർത്ത് വെച്ചതാണ്. ഈ ചങ്കീത് മറിച്ചുകളെ ഞാൻ താല്പര്യപ്പെടില്ല, ഞാൻ ചങ്കോട് ചേർത്ത് വെക്കും എന്റെ മരണം വരെയും. അങ്ങനെ ചേർത്ത് വെക്കാൻ പറ്റണം. അതാ സ്നേഹം. ബാക്കിയൊക്കെ ബാഹ്യമായ കാര്യങ്ങളാണ്. നമ്മളെ എത്ര എടുത്ത് മാറ്റി മാറ്റി ഓടിക്കൊണ്ടിരിക്കാൻ പറ്റും നമുക്ക്. അന്നത്തെ കാലഘട്ടത്തില് നമ്മൾ ഓട്ടമാ, ഭയങ്കര ഓട്ടമാ, പെർഫെക്ഷൻ വേണ്ടിയിട്ടുള്ള ഓട്ടമാണ്, പെർഫെക്ഷൻ. അതുകൊണ്ട് എന്താ സംഭവിക്കണേന്ന് അറിയാവോ? ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ്